നീണ്ടകരയിൽ കാണാതായ ഗൗതം കൃഷ്ണയുടെ വീട്ടിൽ മുഖ്യമന്ത്രി എത്തി. ഈ കുടുംബത്തെ എങ്ങനെ ആശ്വസിപ്പിക്കണമെന്നറിയാത്ത ഒരു അവസ്ഥയിലായിരുന്നു മുഖ്യമന്ത്രി. കാരണം ഒരു കുടുംബത്തിൽ നിന്നും 3 പേരാണ് നഷ്ടമായിരിക്കുന്നത്. ഏതായാലും വലിയ സങ്കടകരമായിട്ടുള്ളൊരു അവസ്ഥ തന്നെയാണ് ഇതെന്ന് മുഖ്യമന്ത്രി സൂചിപ്പിച്ചു. ഏതായാലും തിരച്ചിൽ ഈ ഗൗതം കൃഷ്ണയുടെ ശരീരം കണ്ടെത്തുന്നത് വരെയുള്ള തിരച്ചിൽ ഇപ്പോഴും തുടരുകയാണ്. ഏതായാലും സർക്കാരിന് വലിയ രീതിയിലുള്ള തിരിച്ചടി ഇക്കാര്യത്തിൽ ആദ്യഘട്ടങ്ങളിൽ കിട്ടിയിട്ടുണ്ടായിരുന്നെങ്കിലും ഇപ്പോൾ ആ ഒരു തിരിച്ചടികളും അല്ലെങ്കിൽ ആ ഒരു വിമർശനങ്ങളും ഒക്കെ തന്നെ വളരെ ഗൗരവത്തോടെ എടുത്തുകൊണ്ട് വലിയ രീതിയിലുള്ള തിരച്ചിൽ ആരംഭിച്ചിരിക്കുന്നു. ഏതായാലും ജനകീയ പങ്കാളിത്തത്തോടെ മത്സ്യത്തൊഴിലാളികളെ ഉൾപ്പെടുത്തിക്കൊണ്ട് ജനകീയ പങ്കാളിത്തത്തോടെ തന്നെയാണ് ഈ ഒരു തിരച്ചിൽ വീണ്ടും ആരംഭിച്ചിരിക്കുന്നത്. ഇപ്പോൾ 10ാം ദിവസം പിന്നിടുമ്പോഴും യാതൊരു തരത്തിലുള്ള വിവരങ്ങളും ലഭിക്കുന്നില്ല. ഇനി വരും ദിവസങ്ങളിൽ കാലാവസ്ഥ മാറും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഏതായാലും മുഖ്യമന്ത്രിയുടെ സന്ദർശനം വലിയ രീതിയിലുള്ള ഒരു ആശ്വാസത്തിന് വകയാക്കി എന്ന് നമുക്ക് ആശ്വസിക്കാം. കുടുംബത്തിൽ നിന്ന് ഒരാളെ നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഉണ്ടാവും. അവർക്ക് ആരോട് പ്രതിഷേധിക്കാൻ പറ്റും? അവിടെ നിൽക്കുന്നവരോട് പ്രതിഷേധിക്കാൻ പറ്റില്ലല്ലോ. ഭരണകൂടത്തോടല്ലേ പ്രതിഷേധിക്കാൻ പറ്റുള്ളൂ. അവരുടെ സങ്കടം പങ്കുവയ്ക്കാൻ പറ്റുള്ളൂ. അതൊക്കെ ആ അർത്ഥത്തിലാണ് എടുക്കുന്നത്. അല്ലാതെ അവരെ ശത്രുക്കളായിട്ട് കാണുമല്ല. കുടുംബത്തിൽ ഒരാളെ നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ചിലപ്പോൾ ദേഷ്യം വരും, അമർഷം ഉണ്ടാവും, പ്രതിഷേധം ഉണ്ടാവും. അത് ഭരണകൂടത്തോടാണ്. ഇപ്പൊ മുഖ്യമന്ത്രി ഭരണകൂടത്തെ പ്രതിദാനം ചെയ്ത് നിൽക്കുന്ന ഒരാളാണ്. മുഖ്യമന്ത്രിയല്ലേ വിമർശിക്കേണ്ടത്. ഒരു തെറ്റും ഞാൻ ആ കാര്യത്തിൽ കാണുന്നില്ല. പക്ഷെ അവർ ഓരോ പ്രാവശ്യം വിമർശിക്കുമ്പോഴും അതേ ഉത്തരവാദിത്വത്തോടു കൂടി നമ്മളിത് ചെയ്തിട്ടുണ്ട് എന്നുള്ളൊരു ആശ്വാസം ഞങ്ങൾക്കുണ്ട്. എങ്ങനെ നമ്മളെ കൊണ്ട് ചെയ്യാൻ കഴിയാവുന്നത്ര. ഇത് പോരാ, ഇത് പോരാ. ഞങ്ങളെല്ലാം എല്ലാ ദിവസവും 2-3 മണിക്കൂർ ഇടവിട്ട് ഈ കാര്യങ്ങൾ വിലയിരുത്തിക്കൊണ്ടിരിക്കുകയാണ്. ബഹുമാനപ്പെട്ട മന്ത്രി ഷിബു ബേബി ജോൺ ഇക്കാര്യത്തിൽ ആദ്യ അവസാനം വലിയ ഇവിടത്തെ കാര്യം മാത്രമല്ല, ഈ സംസ്ഥാനത്ത് വിഴിഞ്ഞത്തെ കാര്യത്തിലും മുതലപ്പുഴയിലെ കാര്യത്തിലും ഒക്കെ വലിയ താല്പര്യത്തോടു കൂടിയാണ് ഞങ്ങളിത് നിരന്തരമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇതിൽ വരുത്തേണ്ട അടിസ്ഥാനപരമായി നിങ്ങളിപ്പോ ഇവിടെ പറഞ്ഞു ചില കാര്യങ്ങൾ ഗൗരവമുള്ള കാര്യങ്ങളാണ് പറഞ്ഞത്. അത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് നല്ല മാറ്റം വരും. തീർച്ചയായിട്ടും നമുക്ക് പോവാം. എല്ലായിടത്തും ഇപ്പൊ അവിടെ നമ്മുടെ മന്ത്രി CP ജോൺ പോയി, ശ്രീ ഷിബു ബേബി ജോൺ പോയി, അവിടെ എല്ലാവരും പോയി. നമുക്ക് പോകുന്നതിലൊന്നും എന്താ ബുദ്ധിമുട്ട്. ഞാൻ അവരുമായിട്ട് ഫോണിൽ വിളിച്ച് സംസാരിച്ചിരുന്നു. അവര് പറയുകയും ചെയ്തു എന്റെ അടുത്ത് എന്തുകൊണ്ടാണ് അവരങ്ങനെ പറയാനുള്ള സാഹചര്യം. സ്വാഭാവികമാണ്. അതുകൊണ്ടൊന്നും അവരെ ശത്രുവായിട്ട് കാണാൻ. മനുഷ്യന്റെ വിഷമം എന്ന് പറയുന്നത് നമുക്ക് എങ്ങനെ നിയന്ത്രിക്കാൻ പറ്റും? അപ്പൊ സ്വാഭാവികമായിട്ടും നമ്മളാണല്ലോ വിമർശിക്കപ്പെടേണ്ടവരും നമ്മളല്ലേ. ഗൗതം കൃഷ്ണയുടെ നീണ്ടകരയിലെ വസതിയിൽ ഉച്ചയ്ക്ക് 11 മണിയോടുകൂടിയാണ് മുഖ്യമന്ത്രി എത്തിയത്. തിരച്ചിൽ ഇപ്പോഴും തുടരുകയാണെന്നും ഗവൺമെന്റിന് ചെയ്യാൻ കഴിയുന്നതിന്റെ പരമാവധി സഹായം ഉറപ്പാക്കുമെന്നും ഈ കുടുംബത്തോട് മുഖ്യമന്ത്രി പറഞ്ഞു. ആധുനിക സൗകര്യങ്ങൾ ഉൾപ്പെടുത്തി നേവിയുടെ സഹായത്തോടു കൂടി തന്നെയാണ് ഇപ്പോൾ തിരച്ചിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഏതായാലും പ്രതികൂലമായ കാലാവസ്ഥ ആയതുകൊണ്ടാണ് ചില തടസ്സങ്ങൾ ഇപ്പോൾ നേരിട്ടുകൊണ്ടിരിക്കുന്നതെന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞത്. ഏതായാലും മറ്റൊരിടത്തും നടത്താത്ത രീതിയിലുള്ള ഗൗരവകരമായിട്ടുള്ള തിരച്ചിൽ തന്നെയാണ് നടക്കുന്നത്. ഓരോ വട്ടം സർക്കാർ വിമർശിക്കപ്പെടുമ്പോഴും അതേ ഉത്തരവാദിത്തത്തോടു കൂടി വേണ്ട നടപടികൾ സ്വീകരിച്ചുകൊണ്ട് തന്നെയാണ് മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ഈ മത്സ്യത്തൊഴിലാളികളെയും ഫിഷറീസ് വകുപ്പിനെയും സ്കൂബ ടീമിനെയും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള തിരച്ചിൽ നടക്കുന്നത്. ഈ ഒരു തിരച്ചിൽ ജനകീയ പങ്കാളിത്തത്തോടു കൂടി ആകണമെന്നും മുഖ്യമന്ത്രി സൂചിപ്പിക്കുന്നു. മത്സ്യത്തൊഴിലാളികളെ ഉൾപ്പെടുത്തുകയും അതോടൊപ്പം തന്നെ ജനങ്ങളുടെ പൂർണ്ണ സഹകരണം വേണമെന്നും മുഖ്യമന്ത്രി പറയുന്നു. 3 പേരെ നഷ്ടപ്പെട്ട ഒരു കുടുംബം എന്നതാണ് ഏറ്റവും വലിയ സങ്കടകരമായിട്ടുള്ളൊരവസ്ഥ. ഒരു അമ്മയ്ക്ക് സ്വന്തം അച്ഛനെയും ഭർത്താവിനെയും മകനെയും നഷ്ടപ്പെട്ട ഒരു സാഹചര്യം ലോകത്ത് മറ്റാർക്കും ഉണ്ടാകരുതേ എന്നു കൂടി അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഏതായാലും ഈ കുടുംബത്തിനൊപ്പം തന്നെയാണ് മന്ത്രി ഇടപെടുന്നത്. മന്ത്രി അടക്കം ഗവൺമെന്റിന്റെ എല്ലാ സംവിധാനങ്ങളും ഈ കുടുംബത്തോടൊപ്പം ഉണ്ടാകുമെന്ന് ഉറപ്പ് നൽകിയിട്ടാണ് അദ്ദേഹം മടങ്ങിയത്.